ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ച ദിവസം മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. പതിവ് പോലെ ന്യൂസ് റൂമിലേക്ക് എത്തുന്നത് നമ്മൾ ഇന്നലെയൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡനം പരാതി. ആ പെൺകുട്ടിയുടെ പരാതി കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പോടു കൂടി അല്ലാതെ ഒരു മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അത് കേട്ടിരിക്കാൻ കഴിയില്ല. എന്നാലും ആ കേസിൽ രാഹുൽ വരനായിട്ടുള്ള പ്രതി അയാൾ ഒളിവിലാണ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇടപെടാൻ പോകുന്നു. വനിതാ കമ്മീഷൻ ഉടൻ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ന്യൂസ് 18 വ്യക്തമാക്കിയിട്ടുണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ഈ മിൽമ സമരം അത് ഒത്തുതീർപ്പായെങ്കിൽ പോലും പക്ഷെ പലയിടത്തും പാലെത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അതിനിടെ ഇന്ന് ഗതാഗത മന്ത്രിയുടെ ചർച്ചയുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിഷേധത്തിനെതിരെ. അപ്പോൾ ചേംബറിലാണ്, വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ. ഇതിനിടയിലാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂർ എന്നൊരു പഞ്ചായത്തുണ്ട്. ആ വേങ്ങൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നത്. ഏതാണ്ട് 180-ലേറെ ആളുകൾക്ക് മഞ്ഞപ്പിത്തമാണ്. അതിന് കാരണം അത് വാട്ടർ അതോറിറ്റി വഴി വന്ന വെള്ളമാണെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അതൊക്കെ സ്ഥിരീകരണം പറയേണ്ടതുണ്ട്. എന്നാലും നിരവധിയായിട്ടുള്ള ഇത്തരം വാർത്തകളിലൂടെ ഇന്ന് മോർണിംഗ് വൈബ്സ് കടന്നു പോകും. ഒപ്പം ഒരുപാട് കാഴ്ചകളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം. നമ്മൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വൈബ്സിലേക്ക്. ഞാൻ നേരെ പോവുകയാണ് പന്തീരാങ്കാവിലേക്ക്. അവിടെ നവവധുവിനെ പീഡിപ്പിച്ച കേസിൽ പ്രതി രാഹുലിനെതിരെ അന്വേഷണം പോലീസ് അത് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ഇന്നലെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് പരാതി അയച്ചത്. പന്തീരാങ്കാവ് പോലീസ് ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. പോലീസ് രാഹുലിനെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. രാഹുൽ പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു. എന്നാൽ ഈ പരാതിക്ക് ശേഷമാണ് പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. 11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ശ്രീധരൻ പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ്. ഓരോരുത്തർ യോജിക്കുന്ന കേസല്ല എടുത്തതെന്ന ഒരു ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനുമൊക്കെ പരാതി നൽകുകയും ഇവർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ ഗൗരവം മാറ്റിയിരിക്കുന്നു. ഈ രാഹുലിനെതിരെ ഇപ്പോൾ വധശ്രമം, സ്ത്രീധനപീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്നാണ് പന്തീരാങ്കാവ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കിയടക്കം കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്ന് യുവതി പരസ്യമായി ഇപ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം. നേരത്തെ മൊഴിയായി ഇക്കാര്യം പറഞ്ഞെങ്കിലും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പോലീസ് എടുത്തില്ല എന്നാണ് യുവതി പറയുന്നത്. എന്തായാലും ഇപ്പോൾ അത്തരം ഒരു ഗൗരവത്തിലേക്ക് ഈ മാധ്യമങ്ങളടക്കമുള്ളവർ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഗൗരവത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വധശ്രമവും സ്ത്രീപീഡനവും സ്ത്രീധന പീഡനവും ഈ കുറ്റങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. മൊബൈൽ ഫോണുകൾ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പ്രതി നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത്. കാരണം അങ്ങേയറ്റം വിദ്യാസമ്പന്നനായ ഒരു ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നവവധുവിനെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അതായത് തനിക്ക് കിട്ടിയ സ്ത്രീധനം പര്യാപ്തമല്ല, 150 പവനും കാറിനും താൻ അർഹനാണ് എന്നൊക്കെ പറഞ്ഞൊരു നവവധുവിനെ ക്രൂരമായി പീഡിപ്പിക്കുക. ഇതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വീട് കാണാൻ ചടങ്ങിനായി അല്ലെങ്കിൽ അടുക്കള കാണാൻ ചടങ്ങിനായി കുടുംബം എത്തുമ്പോൾ ഈ മകളുടെ ദൈന്യാവസ്ഥ കാണുകയും അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും ആശുപത്രി പ്രവേശിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ വിദ്യാസമ്പന്നനായ ഒരു ആളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ഇടപെടലാണ് ഇക്കാര്യമായി ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ അതായത് വിരുന്നിനായി വീട്ടിലേക്ക് എത്തുമ്പോൾ മുഖത്തും ശരീരത്തുമൊക്കെ പാടുകൾ കണ്ട് കുടുംബം ചോദിക്കുമ്പോൾ മാത്രം ഈ യുവതി ഇക്കാര്യങ്ങൾ തുറന്നു പറയുക. കാരണം വിവാഹം വലിയ ആഘോഷപൂർവ്വം നടത്തി വരൻ്റെ വീട്ടിലേക്ക് പോയി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചിത്തരം കാര്യങ്ങൾ പറഞ്ഞ് എത്തുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ യുവതികളുടെ അല്ലെങ്കിൽ ഈ വധുവായി പോകുന്ന പെൺകുട്ടിയുടെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പരിഗണിക്കാം. എങ്കിലും കുടുംബം ചോദിച്ചപ്പോൾ മാത്രം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പിന്നീട് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും അതിന് ആനുപാതികമായ രീതിയിലുള്ള ഒരു
കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നു. വധശ്രമം അടക്കമുള്ള, അതായത് കഴുത്തിൽ കേബിൾ ചുറ്റി കൊല്ലാൻ ശ്രമിച്ചതിന് വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നു. ഒപ്പം സ്ത്രീധനം പറഞ്ഞ് പീഡിപ്പിച്ചതിന് സ്ത്രീധന നിരോധന നിയമം അടക്കവും കേസെടുത്തിരിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോൾ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതി ഇപ്പോൾ ഒളിവിലാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എൽദോ, അനീഷ് തുടരണം. കാരണം അനീഷിൽ നിന്നും ഈ കേസിന് കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയേണ്ടത്. കാരണം ആലോചിക്കുക, ആ വീട്ടിൽ ഇപ്പോൾ രാഹുൽ എന്നുള്ള ആൾക്കെതിരെ പ്രതി ചേർക്കുമ്പോൾ ആ കുടുംബാംഗങ്ങൾ ഇതിൽ ഒരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നവമിയിലേക്ക് ഒന്ന് പോവുകയാണ്. നവമി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമുള്ള വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. ഇത് എവിടെയൊക്കെയാണ്? ഈ വിവാഹ തട്ടിപ്പ് വീരനാണ് രാഹുൽ. വീണ്ടും പരാതികളുമായി മറ്റ് പെൺകുട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. അത് കോട്ടയത്ത് നിന്നും ഒപ്പം തന്നെ കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നുമാണ് പരാതികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണല്ലോ വരുന്നത്. ഇത് എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? ഇയാളുടെ ഈ കേസ് വന്നതോടുകൂടി യുവതികൾ സ്വമേധ എത്തുകയായിരുന്നോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? എൽദോ, ഈ രാഹുലിനെതിരെ വരുന്ന വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പ്രകാരം 2 പെൺകുട്ടികൾ, അതായത് കോട്ടയത്തും എറണാകുളത്തും ഉള്ള 2 പെൺകുട്ടികളാണ് ഇപ്പോൾ രാഹുലിനെതിരെ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പറവൂരിലെ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ അല്ലെങ്കിൽ അവൾ അനുഭവിച്ച പീഡനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടികളും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പക്ഷെ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നത് അവർക്ക് ചെറിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് നേരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ഈ രാഹുൽ വിവാഹ തട്ടിപ്പ് വീരൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയത്തെയും എറണാകുളത്തെയും പെൺകുട്ടികൾ പറയുന്നത് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണ്. അതിൽ ഒരു പെൺകുട്ടി ഈ രാഹുലിന്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതിനു ശേഷം അവരെയും രാഹുൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ അത് ഏത് തരത്തിൽ, ഒരു പ്രണയ വിവാഹമായിരുന്നോ അതോ വീട്ടുകാർ കൂടി ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു എന്നത് ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതെന്തായാലും പോലീസാണ് വ്യക്തമാക്കേണ്ടത്. അതിനായി തീർച്ചയായും ഈ പെൺകുട്ടികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. എന്തായാലും പെൺകുട്ടികൾ പോലീസിന് നൽകിയ പരാതി, ഈ രാഹുൽ തങ്ങളെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഗാർഹികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ രാഹുലിന്റെ സ്വഭാവ വൈകല്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് തങ്ങൾ വിവാഹമോചനം നേടിയത്. അതിലൊരു പെൺകുട്ടിയാണ് വിവാഹമോചനം നേടിയത്. മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹമോചന കേസ് നടക്കുന്നതേ ഉള്ളൂ. അതും ആ വിവാഹമോചനം നേടാതെയാണ് പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം ചെയ്യുന്നതും. ഇത് കുടുംബത്തിന് അറിയാമായിരുന്നുവെന്നും ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബമടക്കം ഈ പറവൂരിലെ പെൺകുട്ടിയെ പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ്, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അവരും ചെയ്തത്. രാഹുലിന്റെ ഈ ഒരു സ്വഭാവം അത് ആദ്യമായിട്ടല്ല. മറ്റ് പെൺകുട്ടികളോടും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യം രാഹുൽ കാണിച്ചിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടത് പോലീസാണ്. തീർച്ചയായും ഈ 2 പെൺകുട്ടികളെയും വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുവാനും കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ ശേഖരിക്കുവാനുമാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിരിക്കെ പന്തീരാങ്കാവിൽ ഈ പെൺകുട്ടി നേരിട്ട, അതായത് പറവൂരിൽ നിന്നും കല്യാണം കഴിഞ്ഞ് പന്തീരാങ്കാവിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയ പെൺകുട്ടി നേരിട്ട വലിയ കൊടിയ രീതിയിലുള്ള പീഡനം, അത് തെളിവുകൾ സഹിതം പോലീസിനോട് പറഞ്ഞിട്ട് പോലും പോലീസ് കേസെടുക്കാതെ അല്ലെങ്കിൽ നിസ്സാര വകുപ്പുകൾ മാത്രം രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് കൊലപാതക, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി രാഹുലിന് എതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്ന് 48 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വധശ്രമത്തിന് കേസെടുത്തത്. അതിനു മുൻപ് ഈ പീഡനം നേരിട്ട്, അതായത് ഈ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ കുടുംബം പന്തീരാങ്കാവ് പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് രാഹുലിനെതിരെ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് തന്നെ വ്യക്തമാകുന്നത് പോലീസും ഈ രാഹുലും അല്ലെങ്കിൽ രാഹുലിന്റെ കുടുംബവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ കുടുംബം ആരോപിക്കുന്നത്. ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്, ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ രാഹുൽ പോലീസുകാരന്റെ തോളിൽ കൈ ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. ഇതിൽ നിന്ന് തന്നെ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ
ഇന്നലെ മന്ത്രി വീണ ജോർജ് അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ, വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ട സാഹചര്യത്തിൽ എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കായിരിക്കും പോലീസ് പോയിട്ടുണ്ടാവുക. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ട് ഈ 2 ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ രാഹുലിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണോ പോലീസ് ഒരുക്കി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇന്നലെ ന്യൂസ് 18 ഈ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തൽ അത് ഏറെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ഫോണിന്റെ ചാർജർ ഉപയോഗിച്ച്, തന്റെ ചാർജറിന്റെ വള്ളി ഉപയോഗിച്ച് വരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ കുടുംബം, ആ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിട്ടും പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന സംഭവം, ഇത്രയും ഒച്ചത്തിൽ കരഞ്ഞിട്ട് പോലും ആരും എന്തുകൊണ്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ വരാത്തതെന്നുള്ളൊരു ചോദ്യം അപ്പോൾ തന്നെ വ്യക്തമാണ്. ഈ കുടുംബത്തിനും, ഈ രാഹുലിന്റെ കുടുംബത്തിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം ഈ പെൺകുട്ടിയോടുണ്ടായിരുന്നു. അവൾ ആ ഒരു രീതിയിലേക്ക്, അവളെ ഉപദ്രവിക്കുമ്പോൾ പോലും അത് എതിർക്കാൻ ഈ കുടുംബം വന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സൂചന തന്നെയാണ്. ഒരു വിസ്മയോ ഉത്രയോ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ഈ സ്ത്രീധനത്തിനെതിരെയും, അല്ലെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്ന ഗാർഹിക പീഡനത്തിനെതിരെയൊക്കെ പ്രസംഗിക്കുകയും നിയമം ശക്തമാക്കുകയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടിയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരു പെൺകുട്ടി, ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇത്രയും വൈകി നീതി എന്നുള്ളൊരു ചോദ്യം അത് പ്രസക്തമാണ്. പോലീസാണോ അതോ നിയമ സംവിധാനമാണോ, സർക്കാരാണോ ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നത്? ഇവിടെ ഇപ്പോൾ രാഹുലിന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഒളിവിൽ പോകാനുള്ള ഒരു സമയം പോലീസ് കൊടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകൾ വരുമ്പോൾ മാത്രമല്ലല്ലോ പൊതുസമൂഹവും ഭരണ സംവിധാനവും ഉണരേണ്ടത്. ഈ രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ ഇന്നലെ ഒരുപാട് വൈകേണ്ടി വരുന്നു പോലീസിന്. അതൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്, നിസ്സംശയം. ഇപ്പോൾ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നു കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നൊക്കെ. കുരുള തോമസ് കമന്റ് ചെയ്യുന്നു കേരളത്തിൽ നടക്കില്ല, ഇത് നടക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ കുരുള തോമസ്? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ അനീഷിലേക്ക് പോകുന്നു. അനീഷ്, ഞാൻ ആദ്യം ചോദിച്ചത് ഈ രാഹുലിനെതിരെ മാത്രമാണ് അന്വേഷണം. ഇപ്പോൾ രാഹുലിന്റെ അമ്മ വളരെ കൃത്യമായി എന്തൊക്കെയോ സംസാരിച്ചു, അതേ തുടർന്നുള്ള ഒരു പ്രേരണയാണോ ഈ ഇത്തരത്തിലൊരു ഗാർഹിക പീഡനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പെൺകുട്ടി ഇന്നലെ നമുക്ക് നൽകിയ ആ ബൈറ്റിലുണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, ഒരു ലോങ് ഡ്രൈവിന് പോകണമെന്ന് നിർബന്ധിച്ച് ബീച്ചിലേക്ക് കൊണ്ടുപോയി. ബീച്ചിലേക്ക് പോയപ്പോൾ അതെനിക്കുറപ്പാണ് അത് മദ്യമായിരുന്നില്ല, മറ്റെന്തോ ലഹരി പദാർത്ഥമാണ് രാഹുൽ ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പെൺകുട്ടി പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു വ്യാപ്തി അത് വലിയ തോതിൽ വേറെ തരത്തിലേക്ക് കൂടി വിപുലീകരിക്കേണ്ട സാഹചര്യമില്ലേ പോലീസിന്? തീർച്ചയായും അത്തരം രീതിയിലേക്ക് പോലീസ് അന്വേഷണം ഇനി കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യം വിവാഹ സമയത്തോ അതിന് മുമ്പോ കണ്ട രാഹുലിനെ അല്ല പിന്നീട് കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവാഹം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ തനിക്കെന്തോ വലിയ നഷ്ടം സംഭവിച്ച രീതിയിൽ, അതായത് 150 പവനും കാറിനും അർഹനായ തനിക്ക് അതിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ തനിക്കിതിനേക്കാൾ വലുതെന്തോ കിട്ടേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ രാഹുലിൽ പ്രകടമായിരുന്നു. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുലിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നും ആ യുവതി പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ അടച്ചിട്ട മുറിയിൽ എന്തൊക്കെയോ സംസാരിച്ച ശേഷമാണ് പിന്നീട് തന്നോട് ഏറ്റവും ക്രൂരമായ പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് അമ്മ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഈ രാഹുലിൽ പ്രകടമായ മാറ്റം കണ്ടത്. അതിനുശേഷമാണ് തന്നെ കഴുത്തിൽ ഈ ചാർജിങ് കേബിൾ കുരുക്കി കൊല്ലാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ സമയത്ത് ഒരു ലഹരിയുടെ ആധിക്യത്തിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. അത് പക്ഷേ മദ്യമല്ല, മദ്യത്തിൻ്റെതായ ഒരു മണമുണ്ടായിരുന്നില്ല. പക്ഷേ അതിനപ്പുറം മറ്റ് എന്തോ കാര്യങ്ങൾ കഴിച്ചിട്ടാണ് രാഹുൽ വന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. അതായത് എന്തോ രാസലഹരി, സിന്തറ്റിക് ഡ്രഗ്സ് വല്ലതും കഴിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ രാഹുൽ വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പൈശാചികമായ ഒരു രീതിയിലുള്ള പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സാധാരണ കാണുന്ന രീതിയിലേക്കല്ല, അതിനൊക്കെ അപ്പുറം ഒരു കൊലപ്പെടുത്തുക എന്നൊരു ലാഞ്ചോടുകൂടിയാണ് രാഹുൽ എത്തിയതെന്നാണ് യുവതി പറയുന്നത്. അതുകൊണ്ട് ഇത്തരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും പൈശാചികമായി ഒരു യുവതിയോട്, അതും അടുത്ത ദിവസങ്ങളിൽ മാത്രം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് എത്തിയ ഒരു യുവതിയോട്, അത്ര പരിചിതയല്ലാത്ത യുവതിയോട് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുക എന്നത് മറ്റ് എന്തെങ്കിലും വസ്തുക്കളുടെ ഇടപെടൽ ശരീരത്തിലുണ്ടായിരിക്കാം. ലഹരിക്ക് അടിമയായ ആളാവാം ഒരുപക്ഷെ രാഹുൽ എന്ന രീതിയിലേക്ക് തന്നെയാണ് പരാതിയിൽ കാര്യം പറയുന്നത്. എന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പോലീസിനെ അറിയിച്ചിട്ടും ഈ
മൊഴി പൂർണ്ണമായും മുഖവിലേക്കെടുക്കാൻ അത് വിശ്വാസത്തിലെടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. പറഞ്ഞ പല കാര്യങ്ങളും ഈ പോലീസ് റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. ഇതനുസരിച്ചുള്ള വകുപ്പുകൾ ഇടുകയും ചെയ്തിട്ടില്ല. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ രാഹുലിന് തോളിൽ കൈയിട്ട് നിൽക്കുന്ന പോലീസുകാരെ ആണ് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വെച്ചപ്പോൾ അത്തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ കേസ് അല്പം ഗൗരവപൂർണ്ണമായി പരിഗണിച്ചെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഭാര്യയെ പരാതി നൽകിയാൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഇതിന് ഉള്ള തെളിവുകൾ ലഭിച്ചു എന്നതിന് ശേഷം മാത്രമേ പ്രതിയെ കസ്റ്റഡിയിലെടുക്കൂ എന്ന നിലപാടിലേക്ക് പോലീസ് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ഒളിവിൽ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇന്നലെയാണ് ഈ വകുപ്പുകളിൽ ഈ ഗാർഹിക പീഡനത്തിനപ്പുറം കൊലക്കുറ്റവും അല്ലെങ്കിൽ വധശ്രമ കേസും ഒപ്പം ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസുമൊക്കെ രജിസ്റ്റർ ചെയ്ത് അതുകൊണ്ടാണ് പിന്നീട് രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലടക്കം അതീവ ഗുരുതരമായ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിൻ്റെ തെളിവുകൾ പോലീസിന് മുമ്പാകെ ഹാജരാക്കി. ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അത്തരം ഈ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കുന്നതിൽ ഒരു കൃത്യവിലോപം ഉണ്ടായതായാണ് പറയുന്നത്. ഈ ചാർജിംഗ് കേബിൾ കഴുത്തിൽ കുരുക്കി നടത്തിയതൊരു വധശ്രമമാണ്. ആ വധശ്രമത്തിൻ്റെ കാര്യങ്ങൾ താൻ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടും അതിൻ്റെ തെളിവുകൾ നൽകിയിട്ടും അതിന് ആനുപാതികമായ കേസുകൾ എടുത്തില്ലെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിനെതിരെ നിലവിൽ തന്നെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പന്തീരങ്കാവിലെ ഈ ആദ്യം നൽകിയ പരാതി അങ്ങേയറ്റം ഉദാസീനമായി കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നതായി തങ്ങൾ കരുതുന്ന പോലീസിൽ നിന്നും അന്വേഷണം മാറ്റണമെന്ന ഒരു ആവശ്യവും ഈ കുടുംബം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചാലേ നീതി ലഭിക്കൂ എന്നൊരു നിലപാടിലേക്കും കുടുംബം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഈ പോലീസ് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാം. ശരി ശരി. MS അനീഷ് കുമാർ, നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും നമ്മൾ ഞെട്ടലോടുകൂടി മാത്രം കാണുന്നൊരു വാർത്തയാണത്. പ്രത്യേകിച്ച് പെൺകുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ പോലീസുകാരൻ്റെ തോളത്ത് കൈയിട്ട് നിന്ന രാഹുലിനെയാണ് പെൺകുട്ടി ആ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉന്നയിക്കാൻ എത്തിയപ്പോൾ കണ്ടതെങ്കിൽ അങ്ങനെയൊക്കെ ഒത്താശ ചെയ്യുന്ന പോലീസുകാർ, നിങ്ങൾക്കും ഒരു മകളും ഒരു സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെ തോളത്ത് കൈയിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അതുതന്നെയാണ് പറയാൻ കഴിയുക. സാജൻ കമൻറ്റ് ചെയ്യുന്നു, തള്ളെ ഈ രാഹുലിൻ്റെ അമ്മയെ ആദ്യം അകത്താക്കണം, പോലീസ് അനുകൂലമായി നിലപാടെടുത്ത പോലീസിനെ പുറത്താക്കണം. ഓക്കെ, അതെന്താണെങ്കിലും ഈ പ്രേക്ഷകരുടെ ഒരു വികാര പ്രക്ഷോഭമാണ്. എന്നാലും അതൊരു സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ഇത്തരത്തിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ, പോലീസ് അത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ. ഒരുപാട് പേര് രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. രാവിലെ ഇത്തരമൊരു വാർത്തയായതുകൊണ്ടാണ് രാവിലെ കാര്യമായിട്ട് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ കഴിയാത്തത്. ഗോപൻ ഭാസ്കരൻ പിള്ളെ ഗുഡ് മോർണിംഗ് അബുദാബിയിൽ നിന്നാണ്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ ഗോകുമാർ. ഒപ്പം ഗ്ലോബൽ എഫക്ട്സ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിനി മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ സമരം അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ സമരത്തിൻ്റെ ഭാഗമായി ടെസ്റ്റിന് ആളുകളെത്തും, പക്ഷേ നടക്കില്ല, മുടങ്ങും. ഉദ്യോഗസ്ഥരെത്തും, വെറും കൈയോടെ തിരികെ പോകും. വലിയ പ്രശ്നങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടല്ലോ സർക്കാർ. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് ചേംബറിൽ ചർച്ച നടക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എങ്കിലും CAT ഒഴികെയുള്ള സംഘടനകൾ അത് സമരരംഗത്താണ്. ഓരോ ദിവസവും സമരം ശക്തമാവുകയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തതോടെയാണ് സർക്കാർ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. പ്രത്യക്ഷ സമരത്തിലില്ല എങ്കിൽ പോലും സമരം തീർക്കാൻ CATയുടെ സമ്മർദ്ദവും ഗതാഗത വകുപ്പിന്മേലുണ്ട് എന്നുള്ളതാണ് വിവരം. എന്താണെങ്കിലും ഇന്ന് മന്ത്രിയുടെ ചേംബറിൽ 3 മണിക്ക് ഈ എല്ലാ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ശ്രമിക്കുന്നത്. ഈ ഗതാഗത പരിഷ്കാരങ്ങൾ അത് എത്രത്തോളം, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ച നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക. കാരണം എത്ര ദിവസങ്ങളായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തിയിരുന്ന ആളുകൾ ഒക്കെ മടങ്ങുന്ന സാഹചര്യം നിലച്ച മട്ടാണ് പൂർണ്ണമായും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഒഴിവാക്കണം. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ സർക്കാർ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തല്ലോ. ഈ ചർച്ച അത് പോസിറ്റീവായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ
എങ്ങനെയായിരിക്കും അതിലൊരു സമവായത്തിലേക്ക് എത്താൻ കഴിയുക? സമവായം അത്ര എളുപ്പമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിലപാട് ഇപ്പോഴും ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല. അത് നടപ്പാക്കിയേ മതിയാകും. സംസ്ഥാനത്തെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് നൽകാനും ഒക്കെ കൃത്യമായി ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകൾക്ക് തന്നെ ലൈസൻസ് നൽകാൻ ഈ ഒരു സംവിധാനം തന്നെ വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉറച്ചു നിൽക്കുന്നത്. നേരത്തെ ഈ വിവാദം വന്നപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയതാണ്. പരമാവധി ഈ പരിഷ്കാരം നടപ്പാക്കുന്ന വൈകിപ്പിക്കാം, നീട്ടിവെക്കാം. ആദ്യം ചില കാര്യങ്ങൾ 3 മാസം, ചില 6 മാസവും ഒക്കെ നീട്ടിവച്ചിട്ടുണ്ട്. എന്നിട്ട് സഹകരിക്കണമെന്നാണ് സർക്കാരും മന്ത്രിയും സമരക്കാരോട് അഭ്യർത്ഥിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CITU ഈ സമരത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പിന്മാറിയത്. പക്ഷേ അങ്ങനെ പിന്മാറുമ്പോഴും CITUവും വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഗതാഗത വകുപ്പിനെ ചെലുത്തുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ. ഇല്ലെങ്കിൽ CITU ഈ സമരക്കാരുടെ ഇടയിൽ ഈ ഡ്രൈവിംഗ് അധ്യാപകരുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഇടയിൽ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CITUവിന്റെ സമ്മർദ്ദമുണ്ട്, അതുവഴി CPMന്റെ സമ്മർദ്ദവും മന്ത്രിക്ക് മേലുണ്ട്. എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രധാനമായും മന്ത്രിയും സർക്കാരും ചർച്ച ചെയ്യാൻ പോകുന്നത്. സമരക്കാർ തങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. മാറ്റിവെക്കലല്ല, വൈകിപ്പിക്കലല്ല, ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണം, റദ്ദ് ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. നമുക്കറിയാം, മെയ് 2-നാണ് സമരം തുടങ്ങിയത്. സംസ്ഥാനത്ത് ഇതുവരെയും കാര്യമായ വിരലെണ്ണാവുന്ന ടെസ്റ്റുകൾ മാത്രമേ അതിനുശേഷം നടന്നിട്ടുള്ളൂ. നടന്നവയിൽ തന്നെ പലതും പരാജയപ്പെടും. നമുക്കറിയാം, ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൃത്യമായി പരിശീലിപ്പിച്ച് അവരുടെ വാഹനങ്ങളിൽ കൊണ്ടുപോയാണ് ഈ പലരും ടെസ്റ്റ് പാസ്സാകുന്നത്. അവർ പിന്നോട്ട് മാറിയതോടുകൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള വാഹനങ്ങൾ പോലും മോട്ടോർ വാഹന വകുപ്പിനില്ല. മറ്റു വഴികൾ അവർ തേടുന്നുണ്ട്. KSRTCയുടെ പരിശീലന ഗ്രൗണ്ടുകൾ അവർ KSRTC സ്ഥലങ്ങൾ പരിശീലന ഗ്രൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാനുള്ള നീക്കം നടത്തുന്നു. പക്ഷെ അപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിസ്സഹകരണം തുടരുന്നിടത്തോളം അത്ര എളുപ്പമല്ല സർക്കാരിന്റെ ഗതാഗത വകുപ്പിനെ മോട്ടോർ ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ് കൃത്യമായി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ സമവായം വേണമെന്ന അഭിപ്രായം സർക്കാർ ശക്തമാണ്. പക്ഷെ എങ്ങനെയാണ് സമവായം? മന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നടപ്പാക്കി തീരുവ നിലപാട് നിൽക്കുമ്പോൾ, കോടതി കൂടി അതിനനുകൂലമായ നിലപാടുകൾ എടുക്കുമ്പോൾ എങ്ങനെ സമവായം എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഏതായാലും വൈകിട്ട് 3 മണിക്കാണ് ഈ ചർച്ച. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ എല്ലാ സംഘടനകളും, സമരരംഗത്തുള്ള CITU ഉൾപ്പെടെയുള്ള, സമരത്തിന് പ്രത്യക്ഷത്തിൽ മാറി നിൽക്കുന്ന CITU ഉൾപ്പെടെ സംഘടനകൾ സമരരംഗത്തുണ്ട്. ആരെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വിട്ടുവീഴ്ചയ്ക്ക് സർക്കാരോ അല്ലെങ്കിൽ സമരക്കാരോ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ സമവായം അത്ര എളുപ്പമല്ല എന്തോ ഈ വിഷയത്തിൽ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സമവായം അത്ര ഈസി അല്ല. എത്രമാത്രം ശ്രമിക്കുമോ നമുക്ക് നോക്കാം. കൺസ്ട്രക്റ്റീവ് ആകട്ടെ ചർച്ച. കാരണം ഇത്രയും പ്രതിസന്ധിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അരുൺ തുടരുക. മറ്റൊരു വാർത്ത കൂടി വിശദാംശങ്ങൾ അരുണിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ഓൺലൈനായി ചേരും. രാവിലെ 9 മണിക്കാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ നിന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലായിരുന്നതിനാൽ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക? ഒരു സാധാരണഗതിയിലുള്ള മന്ത്രിസഭാ യോഗത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രാധാന്യമുണ്ടോ എന്ന്? മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയ്ക്കപ്പുറം ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നതിനിടയ്ക്ക് പ്രധാനപ്പെട്ട വാർത്ത, എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗങ്ങൾ ചേരാറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യയിലായിരുന്നു. ഇന്തോനേഷ്യയിലായാലും യോഗം ചെയ്ത് തടസ്സമുണ്ടായില്ല. പക്ഷേ അന്ന് യോഗം മാറ്റിവെക്കാൻ സർക്കാർ പറഞ്ഞ കാരണം മതിയായ അജണ്ട ഉണ്ടായിരുന്നില്ല. ഒരു മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ആവശ്യത്തിന് അജണ്ടകൾ ഉണ്ടാകണം. എന്നാൽ അത്രയധികം അജണ്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മന്ത്രിസഭാ യോഗം മാറ്റിവെക്കുന്നുവെന്നാണ് ചീഫ് സെക്രട്ടറി മന്ത്രിമാരെ അറിയിച്ചത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാനത്ത് കൊടും വരൾച്ചയാണ്, നിരവധി പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്നതിന് സുപ്രധാന തീരുമാനമെടുക്കാൻ സർക്കാർ കഴിയില്ലെങ്കിൽ പോലും അത്രയധികം വിഷയങ്ങളുള്ള സംസ്ഥാനമാണോ കേരളം? മന്ത്രിസഭയ്ക്ക് ചർച്ച ചെയ്യാൻ പോലും തക്ക വിഷയങ്ങളില്ലേ എന്ന ചോദ്യമാണ് കഴിഞ്ഞയാഴ്ച പൊതുവിൽ ഉയർന്നത്. പ്രതിപക്ഷമടക്കം അതിന് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്ന് ഏതായാലും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. 9 മണിക്ക് ഓൺലൈനായി മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതും സംസ്ഥാന മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നതും പുതുമയുള്ള സംഭവമല്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അമേരിക്ക ചികിത്സയിൽ പോയപ്പോൾ അവിടെ നിന്ന് പോലും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൃത്യമായി എല്ലാ ആഴ്ചയും മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം കോവിഡ് സമയത്ത് ഓൺലൈനായി പലതവണ മന്ത്രിസഭാ യോഗം ചേർന്നു. ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡല പര്യടനം നടത്തുമ്പോൾ മറ്റു ജില്ലകളിൽ നിന്നും മന്ത്രിസഭാ യോഗം ചേർന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് റൂമിൽ പുറത്തേക്ക് മന്ത്രിസഭാ യോഗം പോയ അപൂർവതയും അന്നുണ്ടായി. ഇത്തവണ അതൊരു ഓൺലൈൻ യോഗത്തിലേക്കാണ് മാറുന്നത്. മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ പങ്കെടുക്കും. മന്ത്രിമാരിൽ പലരും തലസ്ഥാനത്തുണ്ട്, ചിലരൊക്കെ മറ്റു ജില്ലകളിലുമാണ്. ഏതായാലും ഇന്ന് ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരും. പ്രധാനപ്പെട്ട ചില അജണ്ടകൾ മന്ത്രിസഭാ പരിഗണനയ്ക്ക് വരും. പക്ഷേ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇപ്പോഴും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലവിലുണ്ട്.
നിയമസഭാ സമ്മേളനം ജൂൺ 10 ആരംഭിക്കേണ്ടത് ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ അജണ്ട വന്നേക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ജൂൺ 10 ആരംഭിച്ച് ജൂലൈ 20, 24, 22 വരെ നിയമസഭാ സമ്മേളനം ചേരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അത് ഒരുപക്ഷെ ഇന്ന് മന്ത്രിസഭ പരിഗണിക്കാം. അടുത്ത ആഴ്ച പരിഗണിച്ചാലും മതിയാകും. കാരണം ഇനിയും ദിവസങ്ങളുണ്ട്. ഗവർണർ അംഗീകരിച്ച് സഭാ സമ്മേളനം വിളിക്കാനുള്ള ദിവസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് തന്നെ പരിഗണന നിർബന്ധമില്ല. ഏതായാലും ഇന്ന് 9 മണിക്ക് ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ നിന്ന് ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ഒരുപക്ഷെ ആദ്യമായാകും സിംഗപ്പൂരിൽ നിന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നതായിരിക്കും ഈ മന്ത്രിസഭാ യോഗത്തിന്റെ ഒരു കൗതുകവും പ്രത്യേകതയും. യെസ്, എക്സാക്ട്ലി. ഇന്നലെ പി വി അരുണാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്ന്. ഈ വലിയ പ്രതിസന്ധി സംസ്ഥാനത്തുടനീളം പല തരത്തിൽ നേരിടുമ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ തവണ നടന്നില്ല. അപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാര്യം. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ പെരുമ്പാവൂര് അടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തം അതിരൂക്ഷമാണ്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്. അത് മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. ഈ മാസം മാത്രം ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 323 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. 2 മരണവും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ കണക്കും അത് ഞെട്ടിക്കുന്നതാണ്. മാർച്ചിൽ 694 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ടായി, 2 മരണമുണ്ടായി. ഏപ്രിലിൽ അത് 718 ഉയർന്നു. മരണസംഖ്യ 8 ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച എറണാകുളം വേങ്ങൂരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതർക്കായി ധനസമാഹരണം നടത്താൻ ഇന്നലെ അവലോകന യോഗം തീരുമാനിച്ചിരുന്നു. ഇന്നലെ ചേർന്ന യോഗം രോഗബാധിതരുടെ അടുത്ത ബന്ധുക്കൾക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. 2 ആഴ്ചക്കിടെ വേങ്ങൂരിൽ 180 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. 40 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേർ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഞെട്ടിക്കുന്നൊരു കണക്കാണ് ഇക്കാര്യത്തിൽ വരുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ സംസ്ഥാനത്തുടനീളം മഞ്ഞപ്പിത്തത്തിന്റെ ആശങ്കയുണ്ട്, ശരി തന്നെ. പക്ഷേ വേങ്ങൂരിലെ സ്ഥിതി അത് അതിരൂക്ഷമാണ്. വേങ്ങൂരിൽ ഇത്രമാത്രം ആളുകൾക്ക്, അതൊരു പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൽ ഇത്രയും ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് കരുതുന്നത്. എന്താണ് റിപ്പോർട്ട്? എൽദോ, വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു വീഴ്ചയെന്ന് മാത്രം പറയാൻ സാധിക്കില്ല, അലംഭാവമെന്നോ എന്ന് വേണമെങ്കിലും ഒക്കെ നമുക്കിതിനെ പറയാം. കാരണം കൃത്യമായി ക്ലോറിനേഷൻ നടത്താതെ ഈ 3 പഞ്ചായത്തുകളിൽ, അതായത് 10, 11, 12 വേങ്ങൂർ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ 10, 11, 12 എന്നീ വാർഡുകളിൽ എത്തിച്ച വെള്ളത്തിലായിരുന്നു ഈ മഞ്ഞപ്പിത്ത ബാധ. അതിനെ തുടർന്നാണ് മഞ്ഞപ്പിത്ത ബാധ ഇവർക്കുണ്ടായത്. 150 പേരാണ് ഇപ്പോൾ ആശുപത്രി രോഗം ബാധിച്ചിട്ടുള്ളത്. അതിൽ 41 പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. 2 പേർ മരിക്കുകയും ചെയ്തു. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അത് ഒരു കുടുംബത്തിലെ സഹോദരൻ ശ്രീനി, അനിയൻ ശ്രീകാന്തിന്റെ ഭാര്യ അഞ്ജു, ഇവർക്ക് 3 പേരുമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ അഞ്ജുവിന്റെ നില അല്പം ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഞ്ജു ഉള്ളത്, രാജഗിരി ആശുപത്രിയിൽ. എന്തായാലും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഈ വേങ്ങൂരിൽ നിന്നും പുറത്തു വന്നത്. പക്ഷെ ആരോഗ്യ വകുപ്പ് പറയുന്നത് ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നാണ്. ഈ സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അനാസ്ഥ ഈ പഞ്ചായത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയർത്തുന്നത്. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ വലിയ വിമർശനമാണ് എംപിമാരടക്കം, ബെന്നി ബെഹനാൻ എംപിയും MLAയും അടക്കം ഉയർത്തിയത്. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ ന്യായീകരണം വലിയ തമാശയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ കുളത്തിൽ നിന്നാണ് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ആ ടാങ്ക് വഴിയാണ് ക്ലോറിനേഷൻ നടന്ന് മറ്റ് വീടുകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഈ 3 വാർഡുകളിൽ, അതായത് 10, 11, 12 ഈ 3 വാർഡുകളിൽ കൃത്യമായി ക്ലോറിനേഷൻ നടത്തിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കുളത്തിലെ വെള്ളം പരിശോധിച്ചപ്പോൾ തന്നെ അതിൽ നിന്നാണ് ഈ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായതെന്നുള്ളൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ വ്യക്തമാകുകയും ചെയ്തു. പക്ഷെ വാട്ടർ അതോറിറ്റി പറയുന്നത് അത് കുളത്തിൽ നിന്നെടുത്ത വെള്ളത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഈ പൈപ്പുകളിൽ എത്തിയ വെള്ളത്തിന് ആ ക്ലോറിനേഷൻ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഈ പൈപ്പ് വല്ലതും പൊട്ടിയത് കൊണ്ടായിരിക്കും ബാധ ഉള്ളിലേക്ക് കയറി, ഈ അണുബാധ ഉള്ളിലേക്ക്, വൈറസ് ഉള്ളിലേക്ക് കയറിയത്.
അങ്ങനെ ഇവർക്ക് രോഗം പിടിപെടാനാണ് സാധ്യത. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്തിന് പുറത്തു നിന്നവരൊക്കെ പഞ്ചായത്തിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നാകാം ഈ ഒരു വൈറസ് ബാധിച്ചത് എന്നുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് ഇന്നലെ നടന്ന അവലോകന യോഗത്തിലും വാട്ടർ അതോറിറ്റി ഉന്നയിച്ചത്. പക്ഷേ ഇത് മുഖവിലേക്ക് എടുക്കാൻ പഞ്ചായത്തിലുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത് കൃത്യമായി വാട്ടർ അതോറിറ്റിയുടെ അലംഭാവമാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായ ക്ലോറിനേഷൻ ഈ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ, ആദ്യത്തെ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ കൃത്യമായ ക്ലോറേഷൻ നടത്തിയെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകാം എന്തായാലും ഇതിനു മുൻപ് ഈ മഞ്ഞപ്പിത്തം ബാധ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ക്ലോറിനേഷൻ നടത്തിയില്ല എന്ന് പറയാതെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ലക്ഷങ്ങളാണ് ഇതിനോടകം തന്നെ ചിലവായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീനിയുടെ കുടുംബത്തിന് ഇതിനോടകം തന്നെ 10 ലക്ഷത്തിലധികം ചിലവ് വേണ്ടി വന്നു. അതോടൊപ്പം ബാക്കിയുള്ളവർ 180 പേരിൽ 40 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തിന് ഇന്നലെ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനം സമാഹരിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് മുതൽ ആരോഗ്യ വകുപ്പ് ഫ്രീ ആയി തന്നെ ഈ പ്രദേശത്ത് മരുന്ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം രണ്ട് ഡോക്ടർമാരെ അഡീഷണൽ ആയി നിയമിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനും ഉള്ള തീരുമാനത്തിലേക്ക് ആരോഗ്യ വകുപ്പ് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ദുരിതത്തിലേക്കാണ് ഈ വേങ്ങൂർ പഞ്ചായത്ത് കടന്നിരിക്കുന്നത്. കുടിച്ച വെള്ളത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വേങ്ങൂരിലെ നാട്ടുകാർ മാറിക്കഴിഞ്ഞു. ഇപ്പോഴും എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാത്തതെന്നുള്ളൊരു ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. എൽദോ. യെസ്, എക്സാക്ട്ലി. എന്നാലും ഈ കുടിക്കുന്ന വെള്ളം അത് എത്രത്തോളം നല്ലതാണെന്നൊക്കെ നോക്കി വേണം. കാരണം ഒന്ന് തിളപ്പിച്ച് കുടിക്കുക, അത് മാത്രമാണ് നൽകാൻ കഴിയുക. എന്തായാലും ഇത്തരം അനാസ്ഥ ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ധനസമാഹരണം നടത്താൻ വീട് കയറി ഇറങ്ങാനാണോ തീരുമാനം? അതൊക്കെ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ഫ്രീ ആയിട്ട് മരുന്ന് നൽകാൻ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനമൊക്കെ ചിരിക്കാനേ കഴിയൂ. നമുക്ക് നോക്കാം. എന്തായാലും നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഈ മഞ്ഞപ്പിത്തം ഇങ്ങനെ പടരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം നമുക്കിനി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐഷത്തുൽ ഷബ്നയുടെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് മഴക്കാലം വരുന്നതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളും എത്തുകയാണ്. മഞ്ഞപ്പിത്ത കേസുകളാണ് സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്, പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെ, എങ്ങനെ കരുതിയിരിക്കാം എന്നൊക്കെ നോക്കാം. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ രോഗാണുക്കളാണ് പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പ്രധാനമായും കരളിനെയാണ് ബാധിക്കുന്നത്. മലിനമായ ഭക്ഷണവും വെള്ളവും മൂലമാണ് ഈ അണുബാധ ഉണ്ടാവുന്നത്. ക്ഷീണം, പനി, ഓക്കാനം, വിശപ്പില്ലായ്മ, കൺപോളയിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്നാൽ രോഗാണുക്കൾ ശരീരത്തിൽ കയറി 2 മുതൽ 6 ആഴ്ച കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും വെളിവാവുകയുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. മലിനമായ ജലസ്രോതസ്സുകളിലൂടെ അല്ലെങ്കിൽ മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം, ഐസ്, ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെ ഉണ്ടാവാം. മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക അല്ലെങ്കിൽ കൈകൾ കഴുകുക തുടങ്ങിയവയിലൂടെ ഉണ്ടാവാം. സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഉണ്ടാകാം. ഇനി പ്രധാന പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. തുറന്നുവെച്ച ഭക്ഷണവും വല്ലാതെ തണുത്തു പോയവയും ഒഴിവാക്കുക. ഐസ്ക്രീം, ശീതളപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. കൊഴുപ്പുള്ളതും എണ്ണ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മദ്യപാനം, പുകവലി എന്നിവ തീർത്തും ഒഴിവാക്കുക. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക. കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ നിശ്ചിത അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികൾ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത്. അവ ബ്ലീച്ചിങ് ലായനി പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുക. 6 മാസത്തെ ഇടവേളയിൽ 2 ഡോസ് വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാനാവും. ഇനി ഇതിന് പുറമെ ഉണ്ടാവുന്ന മഴക്കാല രോഗങ്ങളാണ് ജലദോഷവും പനിയും അല്ലെങ്കിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളായ മലേറിയ, ഡെങ്കിപ്പനി, കോളറ, ടൈഫോയിഡ്, വൈറൽ പനിയൊക്കെ.
കൃത്യമായ മരുന്നുകളും മുൻകരുതലുകളും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മഴക്കാല രോഗങ്ങൾ ഗുരുതരമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വ്യക്തിഗത ശുചിത്വം, ഫലപ്രദമായ മാലിന്യ നിർമ്മാർജ്ജനം, ശുദ്ധജലത്തിന്റെ ഉപയോഗം, ആരോഗ്യകരമായ ഭക്ഷണം, സമയബന്ധിതമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ ശ്രദ്ധിക്കുക. മലിനജലം അടിഞ്ഞുകൂടുന്നത് നിയന്ത്രിക്കുക. കൊതുക് നിർമ്മാർജ്ജന നടപടികൾ സ്വീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലം വരുന്നതോടൊപ്പം എത്തുന്ന മഴക്കാല രോഗങ്ങളെ തടയാൻ ചെയ്യാനുള്ളത്. ശരി, അപ്പോൾ വേനൽ മഴ അത് പലയിടത്തും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വേനൽമഴ സംസ്ഥാനത്ത് ഇന്ന് ശക്തമായി ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശശി നാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, പത്തനംതിട്ടയിലെ സാഹചര്യം എന്താണ്? ഒരു മഴക്കാറും മഴക്കോളൊക്കെ ഉണ്ട്. എന്താണ് അവിടെ, മഴ പെയ്യുന്നുണ്ടോ? ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ മഴ ഇപ്പോൾ മേഘാവൃതമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി വേനൽ മഴ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ മഴ പത്തനംതിട്ടയിൽ ലഭിക്കുന്നുണ്ട്. അതേസമയം രാവിലെയൊക്കെ അത്തരത്തിൽ മഴ ഇല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മലയോര മേഖലയിൽ ശക്തമായ മഴയുള്ളത്. എന്തായാലും ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ജാഗ്രത നിർദ്ദേശമുണ്ട്. അതായത് ഈ മലയോര മേഖല ഉള്ള ഒരു പ്രദേശം എന്നതിലേക്ക് മണ്ണിടിച്ചിൽ സാധ്യതയും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ ഈ മാറി താമസിക്കത്തക്ക രീതിയിലുള്ള ജാഗ്രത. പക്ഷെ അത് ആശങ്കയ്ക്കുള്ള കാര്യം ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് മാത്രമാണ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കാരണം 60 മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. സീതത്തോട്, തണ്ണിത്തോട്, അതുപോലെ തന്നെ കൊക്കാത്തോട്, അടൂര്, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി സമാനമായ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ രാത്രി വരെ മഴ ലഭിക്കുന്നത്. പക്ഷേ അത് ശക്തമായ ഒരു മഴയല്ല. സ്വാഭാവികമായും ഈ വേനൽ മഴയുടെ ഒരു രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷെ നദിയിലും പുഴയിലും ഒക്കെ, നദിയിലും അതുപോലെ തന്നെ കുളങ്ങളും തോടുകളും ഒക്കെ ഇപ്പോഴും വെള്ളം ആവശ്യത്തിന് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. വേനൽ മഴ ഉള്ളതുകൊണ്ട് വലിയൊരു ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കർഷകർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. എങ്കിലും മറ്റ് രീതിയിലുള്ള ആശങ്കപ്പെട്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഈ ജില്ലയിൽ മഴ ഇപ്പോൾ വേനൽ പരക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കോഴിക്കോട് നഗരത്തിൽ അപകടത്തിൽപ്പെട്ട ആംബുലൻസ് കത്തി രോഗി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെയാണ് പോലീസ് കേസെടുത്തത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കയറിയാണ് അപകടമുണ്ടായത്. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്നവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പുലർച്ചെ 3:15 അപകടം. മിംസ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് 500 മീറ്റർ ദൂരെ പുതിയറ വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. രോഗിയെ സുലോചന ഒഴികെ ആംബുലൻസ് ഉണ്ടായിരുന്ന 6 പേരും ഉടനെ പുറത്തേക്ക് ചാടി. സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. 5 മിനിറ്റിനകം ആംബുലൻസ് കത്തുകയും ചെയ്തു. അവശനിലയിൽ ആംബുലൻസിൽ കുടുങ്ങിയ സുലോചനയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മഴ കനത്തു പെയ്യുന്നതിനിടെ അപകട വളവിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവറും ഡോക്ടറും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പരുക്കേറ്റ ചന്ദ്രൻ ഉൾപ്പെടെ മറ്റ് 3 പേരെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയുടെ ആരോപണങ്ങൾ അബദ്ധമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അമിത ബില്ല് KSEB നൽകിയിട്ടില്ല. ശ്രീലേഖയുമായി പരസ്യ സംവാദത്തിനും KSEB തയ്യാറാണ്. കാര്യങ്ങൾ വിശദീകരിക്കാൻ KSEB ചെയർമാനെ അയക്കാം. ഉയർന്ന ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ച ശ്രീലേഖ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കണമായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് പകരം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് ശരിയായില്ല എന്നും കെ കൃഷ്ണൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. അവർ ഉൽപ്പാദിപ്പിച്ചത് ചെറിയ ചാർജിനാണ്, 265 ഇപ്പോൾ കിട്ടുന്നത് സോളാറിൻ്റെ വൈദ്യുതി. ആ വൈദ്യുതി മൈനസ് ചെയ്തതിലാണ് 10 റുപ്യ കൊടുക്കുന്ന യൂണിറ്റിന് 10 റുപ്യ കൊടുത്ത് മേടിക്കുന്ന വൈദ്യുതിയിലാണ് മൈനസ് ചെയ്തത്. പരിശോധിക്കാമല്ലോ നമുക്ക്. ഈ മീറ്റർ പരിശോധിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ, അവർക്ക് തന്നെ പരിശോധിക്കാമല്ലോ. ഇനി അതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യണ്ടേ? അവരെപ്പോലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്ന റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഈ സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ.
അവർക്കത് പരിശോധിക്കാനുള്ള ആരെ ബന്ധപ്പെടണം എന്നൊക്കെ അറിയാലോ. അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇത് അങ്ങനെ ഒരു സംശയമുണ്ടോ? ഇത് ഒരു പ്രചരണത്തിന് വൈദ്യുതി വകുപ്പിന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അങ്ങനെയാണ് ബലത്തിൽ അങ്ങനെയാണ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള തോന്നൽ. ഇവർക്കൊരു ഒരു ഉയർന്ന ജോലിയിലിരുന്ന ഒരാളാണ്. ഇവർക്ക് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ആരോട് വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അബദ്ധം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണമെന്ന് പറയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ശ്രീലേഖ ഇങ്ങനെ IPS ഇങ്ങനെ ഒരു തർക്കം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് അവരെ ക്ഷണിച്ചുകൂടെ? അതിന് കൃത്യമായി വകുപ്പ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അല്ല, അവർ പറഞ്ഞ അത് പൊറോട്ട് ന്യായീകരണമാണ് എന്ന തരത്തിലാണ്. ഞങ്ങൾക്ക് അവരെ പോലെ മറുപടി പറയാൻ എന്നതിലും പരിമിതി ഉണ്ടല്ലോ. എങ്കിലും പക്ഷെ അവര് ഒരു വൈദ്യുതി വകുപ്പിന് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായിക്കൂടെ? ഇതാണ് അതിന്റെ. അവർ ചെയ്തോട്ടെ, അവർ വിളിച്ചല്ലേ നമ്മളെ ബന്ധപ്പെട്ടവരെ അയക്കാം, നമ്മുടെ ചെയർമാനെ തന്നെ അയക്കാം. അവർക്ക് ഉള്ള സംശയങ്ങൾ വേണമെങ്കിൽ ചെയർമാനെ അയച്ച് ദൂരീകരിക്കാലോ. ഇവരുടെ കൂടെയുള്ള ഒരു സിവിൽ സർവീസുകാരൻ തന്നെയല്ലോ ചെയർമാൻ. അവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അത് ചെയ്യാലോ. സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെന്നും അതിന് കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ആവശ്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പദ്ധതികളെ പരിസ്ഥിതിവാദികളും മാധ്യമങ്ങളും എതിർക്കുകയാണ്. അതിന് പിന്നിൽ സ്വകാര്യ ലോബികൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും മന്ത്രി ആരോപിച്ചു. കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വരണം എന്നാണ് വകുപ്പ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് അതേ വേണ്ടല്ലോ. എന്താ വെച്ചാൽ ഇടുക്കി പദ്ധതിയിൽ നമുക്ക് 55 പൈസ വരുന്നുണ്ട് ചിലവ്. നമ്മൾ വാങ്ങിക്കുന്നതോ 10 രൂപ തൊട്ട് 18 രൂപ വരെയും വാങ്ങിക്കുകയാണ്. അപ്പം പൊതുവെ നമുക്ക് ഈ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ? അത് ഹൈഡ്രൽ പ്രോജക്റ്റ് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. ആ ധാരാളം സാധ്യത ഉള്ളത് ഇപ്പോൾ പള്ളിവാസൽ 60 മെഗാവാട്ടുണ്ട്, തോട്ടിയാർ 40 മെഗാവാട്ടുണ്ട്, ഭൂത്താങ്കട്ടി 24 മെഗാവാട്ടുണ്ട്, ചിന്നാർ 24, പഴശ്ശിസാഗർ 7.5, ഒലിക്കൽ പൂവാരാന്തോട് 8, അങ്ങനെ 165 മെഗാവാട്ട് കിട്ടും. കുരിയാർകുറ്റി എന്താ ഉണ്ടായത്? ജനറേറ്റർ വച്ച ശേഷം എന്താ എഴുതിയതറിയോ? പത്രം എഴുതിയത് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു, അത് പ്രകൃതിക്ക് വലിയ ദോഷമാണ് പറഞ്ഞു, അത് നിർത്തി. അതിൻ്റെ പിന്നിലുള്ള കളി എന്താണെന്നുള്ളതൊക്കെ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഈ അമിതമായ പരിസ്ഥിതിവാദവും അതിന് പിന്നിലുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങളുമാണ് ഇതിനെ. അതെ, ഈ കൽക്കരി ഖനി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് എവിടെ കൊണ്ട് വെക്കണം? കൽക്കരിയിൽ അവിടെ വലിയ ഖനനം ചെയ്ത് വലിയ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അവരുടെ ഇലക്ട്രിസിറ്റി വിൽക്കണമെങ്കിൽ ഇവിടെ ഹൈഡ്രൽ പ്രോജക്റ്റ് വന്നാൽ വിൽക്കാൻ പറ്റുമോ? ശരി, അത്തരം താല്പര്യങ്ങളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം അല്ലേ? അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? സൗരോർജ്ജ പദ്ധതിയും നെറ്റ് മീറ്ററിംഗും സംബന്ധിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും. രാവിലെ 11-ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിലാണ് തെളിവെടുപ്പ്. നെറ്റ് മീറ്ററിംഗ് മാറ്റി ഗ്രോസ് മീറ്ററിംഗ് കൊണ്ടുവരണമോ എന്നതും ചർച്ചയാകും. പുരപ്പുറ സോളാർ സ്ഥാപിച്ചവർ ഗ്രോസ് മീറ്ററിംഗിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് സംവിധാനം തുടരുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു. സോളാർ പാനലുകൾ സ്ഥാപിച്ചവർക്ക് നിലവിലെ താരിഫ് രീതി തന്നെ തുടരാൻ കഴിയും എന്നുള്ളതാണ് സാധ്യത. ഭേദഗതിയുടെ കരടിൽ ഇത് മാറ്റാൻ നിർദ്ദേശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ പുരപ്പുറത്ത് സോളാർ പാനൽ സ്ഥാപിച്ചവർ തെളിവെടുപ്പിൽ ബഹളമുണ്ടാക്കിയിരുന്നു. +1 സീറ്റ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കൂടുതൽ ബാച്ച് എന്ന ആവശ്യം അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കില്ല എന്നാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. 18-ന് കോഴിക്കോട് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാകും പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുക. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട്. വിജയിക്കുന്ന കുട്ടികൾക്കായിട്ട് കൂടുതൽ A+ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ്. ഏതാനും സ്ഥലങ്ങളിൽ ചില സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. മുമ്പ് UDF ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു, സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 5-8 വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല. വല്ലാതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് ഈ ഒരു പ്രശ്നത്തിന് സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണണം. അല്ല, നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദമുയർത്തും, അതിന് സമരമെന്നോ
എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങൾ അറിയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കർഷകർക്ക് പ്രതിസന്ധിയായി ഇത്തവണയും നെല്ല് സംഭരണം. അപ്പർ കുട്ടനാട്ടിലെ വിവിധ പാടങ്ങളിൽ കൊയ്ത് 1 മാസം വരെയായ നെല്ല് സംഭരിക്കാതെ കിടക്കുകയാണ്. വേനൽ മഴ കൂടി എത്തിയതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. ഓരോ കാലവും, അതായത് ഓരോ കൃഷി പൂർത്തിയാക്കുന്ന കാലവും കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേരളമാകെ ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു സമയത്തും അതിന് മാറ്റമില്ല എന്നുള്ളതാണുള്ളത്. ഞാനിപ്പോൾ കോട്ടയത്ത് പരിപ്പിൽ നിന്നാണ് ചേരുന്നത്. ഇവിടെ ഒരു പറ്റം കർഷകരുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. ചേട്ടാ, എന്താണ് ഇത്തവണ എന്തുകൊണ്ടാണ് നെല്ല് എടുക്കാത്തത്? എടുക്കാൻ താമസിൻ്റെ കാരണത്തിന് ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 27 ദിവസമായി. അപ്പം കൊയ്ത് ഒരേക്കറിന് 20 കിൻഡൽ നെല്ല് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ നെല്ല് സപ്ലൈകോയിൽ നിന്ന് ആളെ വിടാമെന്ന് പറഞ്ഞ് പിന്നെ നെല്ലെടുക്കാൻ വേണ്ടി ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് വരാം എന്നും പറഞ്ഞവർ പോയിട്ട് അവരിവിടെ വന്നിട്ടില്ല. ഇന്നലെ സപ്ലൈകോയിൽ വെച്ച് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നെല്ലെടുക്കാം, 10 കിലോ കിഴു തുറന്ന് പറഞ്ഞ് തരികയില്ലാന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിഞ്ഞ് പോന്ന്. അത് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞ് 10 കിലോ കിഴു തരുവാണെങ്കിൽ നെല്ലെടുക്കാമെന്ന് പറഞ്ഞ്. ഞങ്ങൾ സമ്മതിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, ഞാൻ 10 കിലോ ഏജൻറ്റാണ് പറഞ്ഞത്, 10 കിലോ നെല്ലും ചാക്ക് തൂക്ക് ഉൾപ്പെടെ തരാമെന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ഞാൻ നെല്ലെടുക്കുകയില്ല, കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പാടത്തിൽ നിന്ന് ആരോ ആവശ്യമില്ലാത്ത വർത്തമാനം എന്നോട് പറഞ്ഞത് കാരണം ഞാനിവിടെ നെല്ലെടുക്കാൻ വരികയെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ഉണ്ടായ സാഹചര്യം. ഇത്തവണ ഈ കിഴിവിലാണ് തർക്കം അല്ലേ? കിഴിവിലെ തർക്കം. അതിപ്പം ഞങ്ങൾ ആദ്യം 3 പറഞ്ഞ്, പിന്നെ 5 പറഞ്ഞ്, പിന്നെ ലാസ്റ്റ് 10 പറഞ്ഞു. 10 പേര് നമ്മുടെ പാർട്ടി ഓഫീസറും പാർട്ടി വന്നപ്പോൾ 9 വെച്ച് കൊടുക്കാം ഉണ്ടോ എൻ്റെ ഇത്. അത് 10 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. 10 വെച്ച് കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ലാസ്റ്റ് അവർ തിരുവിളിച്ചും പറഞ്ഞ് വരുന്നില്ല. 10 വലിയൊരു കണക്കല്ലേ സാധാരണ? അതെങ്ങനെയാണ് അതിനെക്കുറിച്ച്? 10 ഞങ്ങൾ സമ്മതിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ 4 കൊട്ടയിൽ നെല്ല് വേണ്ടെന്ന് അയാൾ പറഞ്ഞു. ഏജന്റ് ഇതാണ് സംഭവം. എന്താണ് ഈ 10 എന്ന് പറയുമ്പോൾ വലിയൊരു കണക്കാകുമ്പോൾ സാധാരണഗതിയിൽ വലിയ കണക്കാ. ആ വലിയ കണക്കിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞത് ആദ്യം ഞങ്ങൾ 8 അക്കരെ കൊടുത്തത് 4 ചില്ലറയാണ്, 4 ചാക്കുക. ആ ഇത് ഞങ്ങൾ പറഞ്ഞു. എന്നാലും പറഞ്ഞ് അത് പറ്റിയല്ല എനിക്ക്. എന്നാൽ ഈ ഏജൻറ്റ് വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളൊരു 10 രൂപ കൃഷിക്കാരുമായിട്ട് ഇവിടെ കൂടി ഇരുന്നു. ഏജൻറ്റ് വന്നു 1 മണിക്കൂർ നമ്മൾ വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടും ഈ കിഴിവ് കാര്യത്തെപ്പറ്റി ഞങ്ങളോട് സംസാരിച്ചില്ല. ഏജന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൃഷി ഓഫീസർക്ക് യാതൊരു തർക്കവുമില്ല. കൃഷി നല്ല നെല്ലാണ്. ഇച്ചിരി പതർക്കോൾ ഇച്ചിരി ഉണ്ട്. അത് വണ്ടിയുടെ ഒരു തകരാറ് അല്ല, ഞങ്ങളുടെ കൃഷിയുടെ ഇതിലില്ല. അങ്ങനെ ഒരു രീതിയിലായിരിക്കുന്നു. ഈ രീതി മുന്നോട്ട് പോകുമ്പം ഞങ്ങൾക്ക് താങ്ങാനാവാത്ത എന്നിലും പോട്ടെ ഞങ്ങളുടെ പടുതായെങ്കിലും പോകാതെ കിട്ടുമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ ഈ 10-ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ശരി. ഈ ചേട്ടാ, മഴ എന്നുള്ളത് ഒരു ഭയങ്കര വില്ലനാവുന്നുണ്ടോ ഇപ്പം? ഒരു 5-8 മറിച്ചിട്ടുണ്ട് നെല്ല്. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കത് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അടുത്തൊരു മഴയുടെ വരുവാണെങ്കിൽ എൻ്റെ അടി മുഴുവൻ കിളുക്കും. അതുകൊണ്ട് ആ 10-ന് കൊടുത്തേക്കാന്നെങ്കിലും വെച്ചിരുന്ന അതാ. ഈ സ്ത്രീകളടക്കമുള്ളവരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ ദിവസവും ഇങ്ങനെ ഇതിപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ? ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഇത് അവർ പിച്ചാത്തി ഇല്ലാതെ കുത്തിക്കൊല്ലുന്നതിന് തുല്യമായിട്ട് ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നിയമപ്രകാരം പാടി ഓഫീസിൽ പോവുകയും അവരെ അറിയിക്കുകയും ചെയ്ത്, അറിയിച്ചതനുസരിച്ച് അവർ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പകൽ മുഴുവൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരുന്നിട്ട് അവർ വന്നില്ല. പിന്നെ സന്ധ്യാകാറായപ്പം വിളിച്ച് മഴക്കാർ കൊള്ളുന്നല്ലോ മേഡം നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇന്ന് ഞങ്ങൾ വരത്തില്ല, നിങ്ങൾ അതുകൊണ്ട് പൊലി നാളെ എല്ലാവരും നിരത്തുക, നാളെ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാവരും പൊലി നിരത്തി. അന്ന് അവർ വന്നില്ല. പിറ്റേ ദിവസം വന്നില്ല. വരാതെ വന്നപ്പോഴത്തേക്കിനും തിരക്കിയപ്പോഴത്തേക്കിനും മില്ലുകാരുടെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആ ബഷീർ എന്ന മറ്റേ ആ ആളിൻ്റെ പേര് അവിടെ ചെന്ന് കാഞ്ഞിരത്തിൽ അവിടെ ചെന്ന് പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആൾ ഇന്ന് 11 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ്. അതനുസരിച്ച് എൻ്റെ ഭർത്താവെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 11 മണിയായപ്പോൾ ഇവിടെ കാത്തിരിപ്പ് തുടങ്ങി. 11 മണിക്ക് മുമ്പേ കാത്തിരിപ്പ് തുടങ്ങി. മില്ലുകാരൊക്കെ ഇടപെട്ടാണോ ഇത്? മില്ലുകാർ ഇടപെട്ട്. അത് സപ്ലൈകോയാണ് മില്ലുകാരെ ഏർപ്പാട് ചെയ്യുന്നത്. അവരാണോ ഇത് അട്ടിമറിക്കുന്നത്? നിങ്ങൾ ഈ ചെറിയ പൈസക്ക് എടുക്കാൻ
വേണ്ടി അവർ ശ്രമിക്കുന്ന ഈ കിഴിവുണ്ടാക്കുക, അത്രയും കൂടുതൽ കിഴിവ്? അത് ഞങ്ങൾക്ക് ഇപ്പം വ്യക്തമായി വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം. എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം ഒരുപക്ഷെങ്കിൽ, എന്താണേലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം പാടി ഓഫീസിൽ നിന്ന് അതിൻ്റെ ശരിയായ ഓഫീസറാണോ അതോ അസിസ്റ്റന്റുമാരാണോ എന്നറിയത്തില്ല, ഒരു മേഡം വന്നപ്പോഴത്തേക്കിനും പറഞ്ഞ് നെല്ലിന് കുഴപ്പമൊന്നുമില്ല, മില്ലുകാരെ വിട്ടാക്കാമെന്ന് പറയുന്നു. പിന്നെ അവരുമായിട്ട് നിങ്ങൾ സഹകരിച്ച് നെല്ല് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചാണ് കാത്തിരുന്നിട്ട് ഈ മില്ലുകാരൻ വരാതെ വന്നപ്പോഴത്തേക്കിനും വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, 900 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നെല്ല് കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഒരുപാടിടത്ത് നെല്ലിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഇവിടെ പാടത്തിന്റെ ചുറ്റുവട്ടമുണ്ട്. പിന്നെ വേറെ ഇവിടെ 90 ഏക്കറിലെ നെല്ല് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും ഇതാണ് കർഷകരുടെ ഒരു പ്രശ്നം. അത് വലിയ എല്ലാ തവണയും കേൾക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ തവണയും കേൾക്കുന്ന പരാതികൾ ഇത്തവണയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരും കൃഷി വകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമായി മാറുന്നു. കനത്ത മഴയിലേക്ക്, വേനൽ മഴയിലേക്ക് കാര്യങ്ങൾ എത്തുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. കോട്ടയം പരിപ്പിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കാസർഗോഡ് പടന്നയിൽ വൻ തീപിടുത്തമുണ്ടായി. വയലും കുറ്റിക്കാടും ഉൾപ്പെടെ ഏക്കർ കണക്കിന് പ്രദേശത്ത് തീ പടർന്നു പിടിച്ചു. വൈകുന്നേരത്തോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ആളിപ്പടർന്ന് 1 കിലോമീറ്ററോളം ദൂരത്തിൽ തീ വ്യാപിക്കുകയായിരുന്നു. തൃക്കരിപ്പൂരിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരുൾപ്പെടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മിൽമ ബോർഡ് യോഗം ഇന്ന് ചേരുകയാണ്. തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്നലെ സമരം പിൻവലിച്ചിരുന്നു. ജീവനക്കാരുടെ പ്രമോഷൻ ഉൾപ്പെടെ തീരുമാനിക്കുന്നതിനാണ് ഇന്ന് ബോർഡ് യോഗം ചേരുന്നത്. സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രാഥമിക ധാരണ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. പ്രശസ്ത പഞ്ചവാദ്യ കലാകാരൻ പത്മഭൂഷൺ കൂഴൂർ നാരായണമാരാരുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ശതനാരായണം എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുസ്മരണത്തോടനുബന്ധിച്ച് ശതനാരായണ പുരസ്കാരം നൽകി ആദരിക്കും. തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ നടക്കുന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുക്കും. വാദ്യകലയിലെ അതുല്യ പ്രതിഭയെ ശിഷ്യരും ആരാധകരും 100ാം ജന്മവാർഷികത്തിൽ ഓർത്തെടുക്കുകയാണ്. ശതനാരായണം എന്ന പേരിൽ ജന്മശതാബ്ദി ആഘോഷം ഈ മാസം 17 നടക്കും. 2024 മെയ് 17 വെള്ളിയാഴ്ച ശതനാരായണം പ്രോഗ്രാം കൊരട്ടി ചറ്റാരിക്കൽ വച്ച് ആഘോഷിക്കുകയാണ്. അന്നേ ദിവസം ശ്രീ കുഴൂർ നാരായണമാരാരുടെ സ്മരണാർത്ഥത്തിൽ യുവകലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാദ്യരംഗത്തു നിന്നും അഭിനയ രംഗത്തു നിന്നും സംഗീത രംഗത്തു നിന്നും തിരഞ്ഞെടുത്ത പ്രതിഭാശാലികളായിട്ടുള്ള 3 പേർക്കാണ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ശതനാരായണ പുരസ്കാരം നൽകി ആദരിക്കും. വാദ്യരംഗത്ത് ഉദയനാംപുരം ഹരി, അഭിനയ രംഗത്ത് അപർണ ബാലമുരളി, സംഗീത രംഗത്ത് പ്രശസ്ത വയലിനിസ്റ്റ് കുമാരി ഗംഗാ ശശിധരൻ എന്നിവർക്ക് പുരസ്കാരം നൽകും. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. എൻ്റെ അച്ഛൻ കുഴൂർ നാരായണമാരാരുടെ പേരിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തുന്നതിനും ഇതേമാതിരി ഒരു അവാർഡ് കൊടുക്കാനുള്ള തീരുമാനത്തിനും ഞങ്ങളും കുടുംബക്കാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അച്ഛനെ ഇപ്പോഴും വാദ്യരംഗത്തുള്ളവരും നാട്ടുകാരും ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ളത്. ആശാന് പത്മഭൂഷൺ കിട്ടിയ ആ ഒരു സമയത്ത് ഞാൻ മെമ്പറായിരുന്നു. തീർച്ചയായിട്ടും ഈ നാടിന് തന്നെ, നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമായിരുന്നു അന്ന്. അതിൻ്റെ ഓർമ്മയ്ക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനത്തിന് ഇത്തരത്തിൽ മഹത്തായ ഒരു പരിപാടി നമ്മുടെ ഈ വാർഡിൽ വെച്ച് തന്നെ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പൂരപ്രേമികൾക്ക് നിത്യവിസ്മയമാണ് കുഴൂർ നാരായണമാരാർ എന്ന കലാകാരൻ. പഞ്ചവാദ്യ കലയിലെ സമഗ്ര സംഭാവനകൾക്ക് 2010 അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചത്. 7 പതിറ്റാണ്ടോളം പൂരപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. 20 വർഷം തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ മേളപ്രാമാണ്യം കുഴൂർ നാരായണമാരാർക്കായിരുന്നു. സംഗീത നാടക അക്കാദമിയുടേതുൾപ്പെടെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. രാജ്യത്തെ ഏറ്റവും വലിയ ഫാഷൻ ഷോകളിലൊന്നായ ലുലു ഫാഷൻ വീക്കിന് തലസ്ഥാനത്ത് ഇന്ന് തുടക്കമാവുകയാണ്. ലുലു ഫാഷൻ വീക്കിന്റെ 2ാമത്തെ എഡിഷനാണ് തിരുവനന്തപുരം ലുലു മാളിൽ നടക്കുന്നത്. 5 ദിവസം നീളുന്ന ഫാഷൻ മാമാങ്കത്തിൽ പ്രമുഖ ബ്രാൻഡുകൾ,
ഫാഷൻ ഡിസൈനർമാർ, മുൻനിര സെലിബ്രിറ്റികൾ ഉൾപ്പെടെ അണിനിരക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ലുലു മാളിൽ നടക്കുന്ന ചടങ്ങിൽ മിസ് ഗ്രാൻഡ് ഇന്ത്യ പ്രാചി നാഗ്പാൽ ഫാഷൻ വീക്ക് ഉദ്ഘാടനം ചെയ്ത് റാമ്പിലേക്കെത്തും. നമ്മുടെ ലുലു ഫാഷൻ വീക്ക് ഇതിനോടനുബന്ധിച്ച് തന്നെ ലുലു ലെറ്റ്സ് ടോപ്പ് ഫാഷൻ എന്ന പേരിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ശരി, അപ്പോൾ മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ഒരുപാട് വാർത്തകൾ ഈ ദിവസവും ഇനി ന്യൂസ് ഡെസ്കിലേക്ക് വരാനുണ്ട്. ഇപ്പോൾ ന്യൂസ് 18 തന്നെ തുടരുക. പന്തിരങ്കാവിലെ ആ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് ഊർജിതമായി നടപടിയെടുക്കട്ടെ. രാഹുലിന് ഇന്ന് തന്നെ പിടിവിടാൻ കഴിയട്ടെ. അങ്ങനെയെങ്കിലും ഒരു പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിക്കേറ്റ കുത്തിന് ഒരു കുറവുണ്ടാക്കാൻ പോലീസിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇനിയും എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ന്യൂസ് 18 തന്നെ തുടരുക. മോർണിംഗ് വൈബ്സ് വീണ്ടും നാളെ എത്തും രാവിലെ 7 മണിക്ക്. ബൈ ബൈ.